നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. സർക്കാരിനെ പിടിച്ചുലച്ച് നിയമസഭയിൽ കെ.പി. ഗണേഷ് കുമാറിന്റെ അഴിമതി ആരോപണം. പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ കൊടിയ അഴിമതിയെന്ന് ഗണേഷ്. മറ്റു മന്ത്രിമാർക്കെതിരെയും തെളിവുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന 3 പേർ അഴിമതിക്ക് പേരുകേട്ട നസിമുദ്ദീൻ എ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി; അബ്ദുൾ റാഫി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി; IM അബ്ദുൾ റഹീം, മന്ത്രിയുടെ സ്റ്റാഫാണ്. ഇവരാണ് ഭരിക്കുന്നത്. എഴുതി തന്നാൽ പ്രസംഗിക്കാൻ അവസരം തരുമെങ്കിൽ ആ മന്ത്രിക്ക് മാത്രമല്ല വേറെ മന്ത്രിക്കെതിരെയുണ്ട്, അതും വായിക്കാം. ഗണേശിൽ മറ്റാരുടെയോ പ്രേതമെന്ന് ഇബ്രാഹിം കുഞ്ഞ്. നടപടി വേണമെന്ന് മുസ്ലിം ലീഗ്. നിയമസഭ സ്തംഭിച്ചു. ഗണേശിനെ തള്ളി പിള്ള. രാഹുലിനെ കാണാനുള്ള UDF സംഘത്തിൽ നിന്ന് ഗണേശിനെ വെട്ടി. 3 ഫോസ്റ്റാ ബാറുകളുടെ അപേക്ഷ കൂടി പരിഗണിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. മദ്യനയത്തിൽ തിരുത്തൽ വേണ്ട എന്ന് മുസ്ലിം ലീഗ്. VM സുധീരന് പൂർണ്ണ പിന്തുണ. ജനപക്ഷയാത്ര തലസ്ഥാനത്ത് സമാപിച്ചു. യാത്ര വൻ വിജയമെന്ന് VM സുധീരൻ. സദാചാര ഗുണ്ടായുസത്തിനെതിരായി എല്ലാവരെയും അണിനിരത്താൻ ചുംബന സമരത്തിന് കഴിയില്ലെന്ന് പിണറായി വിജയൻ. ഭാര്യയും ഭർത്താവും തെരുവുകളിൽ ചുംബിച്ചാൽ ജനം അംഗീകരിക്കില്ല. സദാചാര ഗുണ്ടകളെ പോലീസ് സംരക്ഷിക്കുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജ്യോതി പ്രസാദും ഡൈബി സെബാസ്റ്റ്യനും വേഗതയേറിയ താരങ്ങൾ. എറണാകുളം ജില്ലയുടെ കുതിപ്പ് തുടരുന്നു. പാലക്കാട് 2ാമത്. സ്കൂളുകളിൽ കോതമംഗലം മാർബേസിൽ മുന്നിൽ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് പൂനെ FC മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഹ്യൂമിന്റെ ഗോളിൽ കേരളം മുന്നിൽ. ഡൽഹി ചെന്നൈ മത്സരം സമനിലയിൽ പിരിഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിനെതിരെ കടുത്ത ആരോപണം ഉയർത്തി സർക്കാരിനെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കി കെ.പി. ഗണേഷ് കുമാർ രംഗത്ത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ 3 പേരുകൾ വെളിപ്പെടുത്തി ഗണേഷ് കുമാർ നിയമസഭയിലാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത്. അഴിമതി CBI അന്വേഷിക്കണമെന്നും കെ.പി. ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണം തള്ളിയ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഗണേശിൽ മറ്റാരുടെയോ പ്രേതം കയറിയിട്ടുണ്ടെന്ന് മറുപടി നൽകി. ശബരിമല റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ശ്രദ്ധ ക്ഷണിക്കലിനിടെയാണ് കെ.ബി. ഗണേഷ് കുമാർ നാടകീയമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് കടുത്ത അഴിമതിയാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി A. നസിമുദ്ദീൻ, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി അബ്ദുൾ റാഫി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് എന്നിവർ അഴിമതി നടത്തുന്നു എന്നായിരുന്നു ഗണേഷിന്റെ ആരോപണം. മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന 3 പേർ അഴിമതിക്ക് പേരുകേട്ട നസിമുദ്ദീൻ എ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി; അബ്ദുൾ റാഫി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി; IM അബ്ദുൾ റഹീം, മന്ത്രിയുടെ സ്റ്റാഫാണ്. ഇവരാണ് ഭരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരത്തെ നൽകിയ കത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ CBI അന്വേഷണം നടത്താൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അത് CBIക്കോ അങ്ങ് പറയാനുള്ളത് പറഞ്ഞു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാർ അദ്ദേഹത്തിന്റെ കക്ഷി നേതാവാണ്. സാർ ഇവര് പണം കളക്ട് ചെയ്യുന്നുണ്ട്. പത്രങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, 60 ലക്ഷം എക്സിക്യൂട്ടീവ് സ്ഥലംമാനത്തിന് ആർക്ക് വേണ്ടിയാണ് സാർ? ഗണേഷിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷം ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷം ഗണേഷിന് അനുകൂലമായി രംഗത്തെത്തിയത് അല്പനേരം ബഹളത്തിനിടയാക്കി. ഇതിനിടയിൽ എഴുതി നൽകാത്തതിനാൽ അഴിമതി ആരോപണം ഉന്നയിക്കാനാവില്ലെന്ന് ചെയറിലുണ്ടായിരുന്ന CP മുഹമ്മദ് റൂളിംഗ് നൽകുകയും ചെയ്തു. സമയം തന്നാൽ ഒരു മന്ത്രിയുടെ അഴിമതി കൂടി ഉന്നയിക്കാമെന്ന് പറഞ്ഞ് സഭയിൽ ഒരു ഫയൽ ഉയർത്തി ഗണേഷ് വീണ്ടും ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കി. എഴുതി തന്നാൽ പ്രസംഗിക്കാൻ അവസരം തരുമെങ്കിൽ ആ മന്ത്രിക്ക് മാത്രമല്ല വേറെ മന്ത്രിക്കെതിരെയുണ്ട്, അതും വായിക്കാം. ഇതിനിടയിൽ ഫണ്ടിന്റെ കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിവേചനം കാട്ടുന്നുവെന്ന ആരോപണവും ഗണേഷ് ഉയർത്തി. ഗണേഷ് കുമാറിൽ മറ്റാരുടെയോ പ്രേതം കയറിയെന്നായിരുന്നു മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മറുപടി. ഗണേഷ് പറഞ്ഞ ആരും അഴിമതിക്കാരല്ല. A. നസിമുദ്ദീൻ അവധിയിലുമാണ്. നസിമുദ്ദീന്റെ കാര്യത്തിൽ ഒരു പരാതി വന്നിട്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അത് വിശദമായി പരിശോധിച്ച് അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞ വിഷയമാണ്. നസിമുദ്ദീൻ ഇപ്പോഴും മന്ത്രിയുടെ ഓഫീസിലുണ്ടെന്ന് തിരിച്ചടിച്ച ഗണേഷ് തെളിവുകൾ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ കൈമാറുമെന്ന ഭീഷണിയും മുഴക്കി. നേരത്തെ തീരുമാനിച്ചതനുസരിച്ചാണ് അഴിമതി വിരുദ്ധ ദിനത്തിൽ തന്നെ സർക്കാരിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ കെ.ബി. ഗണേഷ് കുമാർ നിയമസഭയിൽ ഉയർത്തിയത്. ഗണേഷ് കുമാറിന്റെ അഴിമതി ആരോപണങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കുക. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച കെ.ബി. ഗണേഷ് കുമാറിനെതിരെ നടപടിയെടുക്കാൻ UDFൽ നീക്കം. ഗണേശിനെ UDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം 15-ന് ചേരുന്ന UDF യോഗം ചർച്ച ചെയ്യും. രാഹുൽ ഗാന്ധിയെ കാണാനുള്ള UDF സംഘത്തിൽ നിന്ന് R. ബാലകൃഷ്ണപിള്ളയെയും ഗണേഷ് കുമാറിനെയും ഒഴിവാക്കി. അതേസമയം നിയമസഭയിൽ ആരോപണം ഉന്നയിച്ച കെ.പി. ഗണേഷ് കുമാറിന്റെ നീക്കം തള്ളിയ R. ബാലകൃഷ്ണപിള്ള നടപടിയെടുക്കേണ്ടത് പാർട്ടിയാണെന്ന് വ്യക്തമാക്കി. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ഓഫീസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് UDF കക്ഷി നേതാക്കളുടെ അടിയന്തര യോഗം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേർന്നത്.
യോഗത്തിൽ ഗണേഷ് കുമാറിന്റെ നടപടി മുന്നണി മര്യാദകൾക്ക് നിലക്കാത്തതാണെന്ന വികാരം പ്രകടിപ്പിച്ച മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഗണേഷിനെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർത്തി. ഗണേഷിനെ UDF പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റണമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം. അത് അത്ര വലിയ ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നില്ല. മാത്രമല്ല, അത്തരത്തിലുള്ള ആരോപണങ്ങൾ വല്ലതും വന്നാൽ അതിനെ നേരിടാനുള്ള സംഘടനാ ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഒക്കെ ലീഗിനുണ്ട്. മറ്റ് ഘടകകക്ഷി നേതാക്കളും ഈ ആവശ്യത്തോട് യോജിച്ചു. ഗണേഷിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി വിഷയം 15-ന് ചേരുന്ന UDF യോഗം ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കി. മുന്നണി മര്യാദകൾ ലംഘിച്ച സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ സന്ദർശിക്കാനുള്ള സംഘത്തിൽ നിന്നും R. ബാലകൃഷ്ണപിള്ളയെയും ഗണേഷിനെയും ഒഴിവാക്കുകയും ചെയ്തു. അതേസമയം അഴിമതി ആരോപണം സഭയിൽ ഉന്നയിച്ച ഗണേഷിന്റെ നടപടിയെ തള്ളി R. ബാലകൃഷ്ണപിള്ള രംഗത്തെത്തി. അപ്പോൾ എൻ്റെയും പാർട്ടിയുടെയും നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇന്ന് ഉന്നയിച്ചത് മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതും പാർട്ടി നടപടികൾ പാർട്ടിയുടെ തീരുമാനവും പാർട്ടിയുടെ അഭിപ്രായവും ലംഘിക്കുന്നതുമാണ്. അതിനെ സംബന്ധിച്ചോളം പാർട്ടി ആലോചിക്കും. എന്നാൽ ഗണേഷിനെതിരെ നടപടിയെടുക്കേണ്ടത് പാർട്ടിയാണെന്ന് പിള്ള മറുപടി നൽകി. നടപടിയെടുക്കേണ്ടത് പാർട്ടിയാണ്, പക്ഷേ ഇവിടുന്ന് പലരെയും നേരത്തെ അഴിച്ചുവിട്ടു, അതിൻ്റെ ഫലവുമുണ്ട്. രാഹുലിനെ കാണാനുള്ള സംഘത്തിൽ നിന്നും ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പിള്ള ഇങ്ങനെ പ്രതികരിച്ചു. ഞാൻ രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം പിന്നെ പറയുന്നതിനകത്ത് എനിക്കറിയില്ല എന്താന്ന്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സണ്ണിക്കുട്ടി എബ്രഹാം, N. ഷംസുദ്ദീൻ, ഡോക്ടർ TM തോമസ് ഐസക്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തോമസ് ഐസക്, കാട്ടുപോത്തുകൾ മണ്ണിളക്കി നടക്കുമ്പോൾ പുഴുക്കളെ ഭക്ഷിക്കാനെത്തുന്ന കൊക്ക് മാത്രമാണ് സൂരജ് എന്ന് പറഞ്ഞ KB ഗണേഷ് കുമാർ വലിയ കാട്ടുപോത്തുകളെ ഞാൻ നിയമസഭയിൽ തുറന്നു കാണിക്കും എന്നാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് വീമ്പിളക്കിയത്. ഇന്ന് പക്ഷേ ശ്രീ KB ഗണേഷ് കുമാറിന് ആരെങ്കിലും അഴിമതി കാണിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് ബോധ്യപ്പെടുന്നില്ലേ താങ്കൾക്കും? അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്തിനാ ലീഗ് മുന്നണിയിൽ നിന്ന് തന്നെ KB ഗണേഷ് കുമാറിന്റെ പാർട്ടിയെ നീക്കണമെന്ന് നിരുത്തരവാദപരമായ ആരോപണം ഉന്നയിച്ചതിന് എന്തുകൊണ്ടാണ് ഇന്നത്തെ പ്രതിനിധി സംഘത്തിൽ നിന്ന് ഈ പാർട്ടിയെ ഒഴിവാക്കിയത്? ഒന്ന് സ്വരം കൂട്ടി വെക്കോ, എനിക്ക് കേട്ടൂടാ. നിരുത്തരവാദപരമായ ആരോപണം ഉന്നയിച്ചതിനായിരിക്കാം ഒരുപക്ഷെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. R. ബാലകൃഷ്ണപിള്ളയെ രാഹുൽ ഗാന്ധിയെ കാണാനുള്ള സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവുക. അങ്ങനെയും വേണമെങ്കിൽ നിഗമനത്തിലെത്താം. പക്ഷേ ഇവിടെ കേരളത്തിലെ വളരെ ഗൗരവമായിട്ടുള്ള ആക്ഷേപം ഒരു PWD സെക്രട്ടറിയെ കുറിച്ച് നിലവിലുണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. അദ്ദേഹം അനധികൃതമായ സ്വത്ത് ആർജിച്ചു. അത് PWD സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ആരോപണത്തിലൂടെ, അല്ലെങ്കിൽ ആരോപണമല്ല സൂചനയിലൂടെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, KB ഗണേഷ് കുമാർ ഇത് സൂരജ് നിൽക്കത്തില്ല, മന്ത്രിയുടെ ആഫീസും മന്ത്രിയിലേക്കും എത്തിച്ചേരുന്നതാണെന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ടാണ് ഈ വെപ്രാളം മുഴുവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതും മറ്റും. അല്ലാതെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിൽ, നിരുത്തരവാദപരമായിട്ടുള്ള ആരോപണമാണെങ്കിൽ ആരോപണം ഉന്നയിച്ച് സംഭവിച്ചല്ലോ. അങ്ങനെയല്ല ഡോക്ടർ ഐസക്, ഇവിടെ KB ഗണേഷ് കുമാർ സൂരജിൽ നിൽക്കില്ല, മന്ത്രിയിൽ എത്തുന്ന ആരോപണം സൂചനയായി നൽകിയെന്നാണ് താങ്കൾ പറയുന്നത്. ഇവിടെ KB ഗണേഷ് കുമാർ എന്താണ് പറഞ്ഞത്? പദ്ധതിയേതര ഫണ്ട് എൻ്റെ മണ്ഡലത്തിൽ അനുവദിക്കുന്നില്ല, മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇഷ്ടം പോലെ അനുവദിക്കുന്നു എന്നും മന്ത്രിയുടെ ആഫീസിൽ കയറി ചെന്നാൽ മന്ത്രിയോട് ഒരു പദ്ധതിയേതര ഫണ്ടിൻ്റെ ആവശ്യവുമായി മുന്നിൽ നിൽക്കുമ്പോൾ മന്ത്രി ഈ പറയുന്ന 3 പേഴ്സണൽ സ്റ്റാഫ് ഉദ്യോഗസ്ഥരോട് ചോദിക്കും, ഈ ഗണേഷ് കുമാറിൻ്റെ പദ്ധതി അനുവദിക്കാൻ കഴിയുന്നതാണോ? പറ്റില്ല എന്ന് ആ ഉദ്യോഗസ്ഥർ പറയും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ടായി തോന്നി. അങ്ങനെ ഇൻസൾട്ടായി ഞാൻ ആ മന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇതാണ് നടക്കുന്നത് സർ. ഇതാണ് ഞാൻ മുഖ്യമന്ത്രിയെ രേഖാമൂലവും വാക്കാലും അറിയിച്ചിട്ടുള്ളത് എന്നാണ് ശ്രീ KB ഗണേഷ് കുമാർ പറയുന്നത്. അവിടെ അഴിമതി എവിടെ? KB ഗണേഷ് കുമാറിൻ്റെ ഈ ഇങ്ങനെയുള്ളൊരു പ്രകോപനത്തിന് കാരണം ഒരു വ്യക്തിപരമായിട്ട് അദ്ദേഹം അപമാനിതനായതായിരിക്കാം. അതാണ് അതിൻ്റെ നിമിത്തം. പക്ഷേ അദ്ദേഹം അവിടെ നിർത്തുന്നില്ലല്ലോ. അദ്ദേഹം പറയുന്നത് എന്താണ്? മന്ത്രിയുടെ ആഫീസിൽ അഴിമതി നടക്കുന്നു, വേറെയും മന്ത്രിമാരുടെ പേരിൽ, എൻ്റെ മന്ത്രിയുടെ പേരിലാണേ മന്ത്രിയുടെ ആഫീസിൻ്റെ പേരിലില്ല, എൻ്റെ മതിയിൽ ഫയലുണ്ട്. അദ്ദേഹം ചിട്ടയായിട്ട് കാര്യങ്ങൾ പറയാൻ നിയമസഭയിൽ കഴിഞ്ഞില്ല എന്നുള്ളത് എനിക്കും സമ്മതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ
ഈ ടി.ഒ. സൂര്യ സംഭവം ഉണ്ടായതിനു ശേഷം ഗൗരവമായിട്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ ആഫീസിലേക്ക് ഇതൊക്കെയായിട്ട് അദ്ദേഹത്തിന്റെ ആരോപണത്തിന് തുടക്കമിടുന്ന സൂരജ് അദ്ദേഹം ഒരു കൊക്ക് മാത്രമാണ്, കാട്ടുപോത്തുകൾ വേറെയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് മന്ത്രിയുടെ ആഫീസിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അക്കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഇവിടെ സൂരജിനെതിരായിട്ട് മാത്രമല്ല, മന്ത്രിയുടെ ആഫീസിൽ സൂരജിന്റെ അഴിമതിയിൽ എന്ത് പങ്കുണ്ട് എന്നതിനെ കുറിച്ച് അന്വേഷണം വേണ്ടതുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നമുക്ക് നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ രേഖാമൂലം ആവശ്യപ്പെടാതെ ഭരണകക്ഷി അംഗം മാത്രമല്ല, കേരള കോൺഗ്രസ് ബി പാർട്ടിയുടെ ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും പാർലമെൻ്ററി പാർട്ടി നേതാവെന്നാണല്ലോ നാം വിളിക്കുക. ആ പാർലമെൻ്ററി പാർട്ടി നേതാവ് മറ്റൊരു പാർലമെൻ്ററി പാർട്ടി നേതാവായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് പറയുകയാണ്, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, താങ്കളാണല്ലോ നിയമസഭാ കക്ഷി നേതാവ്, പാർട്ടിക്ക് വേണ്ടിയാണോ ഈ പിരിവ് നടത്തുന്നത് എന്ന്. 30 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റത്തിന് ഈ മന്ത്രിയുടെ ആഫീസ് തേടുന്നുണ്ട് എന്ന്. അത് പാർട്ടിക്ക് വേണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്താണ് രണ്ട് ഘടകകക്ഷികൾ തമ്മിൽ ഇങ്ങനെ നിയമസഭയിൽ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കാരണം? കാരണം എന്താണെന്നുള്ളത് എനിക്കും വ്യക്തമായ ഒരു കാര്യമല്ല. പക്ഷേ നികേഷ് ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഭരണമുന്നണിയിലെ ഒരു കക്ഷിയുടെ നേതാവാണ്, ഏകാംഗ പാർട്ടിയാണെങ്കിൽ പോലും ആ കക്ഷിയുടെ നേതാവാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഗൗരവമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ ഉണ്ടാക്കാം, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. അത് ഭരണരംഗത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പ്രതിരോധത്തിലാക്കും, ലീഗിനെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്ന് ഈ അഴിമതി വിരുദ്ധ ദിനത്തിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ഉപയോഗിച്ച് അദ്ദേഹം ഈ ഒരു ആരോപണം ഉന്നയിച്ചത്? ഈ ആരോപണം എന്ന് ഞാൻ പറയുമ്പോൾ ഡോക്ടർ തോമസ് ഐസക് പോലും ആരോപണമോ ഒരു സൂചനയോ എന്ന് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാനിതിനെക്കുറിച്ചൊരു അദ്ദേഹം ഉന്നയിച്ച ആ ആരോപണത്തിന്റെ പ്രാധാന്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ചട്ടപ്രകാരം ഉന്നയിക്കാമായിരുന്നു. ഇത് ചട്ടമനുസരിച്ചല്ല എന്നുള്ളൊരു ന്യായം പറയാൻ ഭരണപക്ഷത്തിന് ഒരു അവസരം കൊടുക്കാതിരിക്കാമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, ഈ കത്ത് ഇവിടെ വായിക്കാൻ എനിക്ക് അനുമതി ലഭിക്കുന്നില്ലെങ്കിൽ ഞാനിത് പ്രതിപക്ഷത്തെയും ഏൽപ്പിക്കും, മാധ്യമങ്ങളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഡോക്ടർക്ക് ഒരു പക്ഷേ നമ്മളോട് പറയാൻ പറ്റും. പക്ഷേ മുഴുവൻ പത്രപ്രവർത്തകരും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് തന്നെ ഇവിടെ വളരെ പ്രധാനമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആരോപണത്തെ നിസ്സാരവൽക്കരിക്കുന്നില്ല. അതിനകത്ത് വിശദമായ ചർച്ച അതിലേക്ക് പോകാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം നമുക്കറിയാം. ഉമ്മൻചാണ്ടി തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിനോട് പറഞ്ഞത്, മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മുഖമാണ് ഓർമ്മ വരിക എന്നുള്ളത്. പിന്നീട് അത് അട്ടിമറിച്ചു രമേശ് ചെന്നിത്തലയും VM സുധീരനും. ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഇല്ല. കെ.ബി. ഗണേഷ് കുമാറിന് ഈ നിയമസഭയിൽ ഇനി മന്ത്രിയാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ശ്രീ കെ.ബി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ മന്ത്രിസ്ഥാനം തിരികെ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ പൊട്ടിക്കുന്ന വെടി മാത്രമാണോ, അതോ ഇനി UDF നിന്നിട്ട് കാര്യമില്ല, LDF പോയി കളയാം എന്ന നിലയിൽ ഒരു സൂചന ഇട്ടുകൊടുത്തതാണോ? നികേഷ്, ഞാനിപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ആരും അങ്ങനെ ധരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. യാതൊരു സംശയവും വേണ്ട, അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഉണ്ടാക്കാം. മറ്റൊരു കാരണം നികേഷ് നേരത്തെ പറഞ്ഞാണ്. അദ്ദേഹം മന്ത്രിയുടെ ഓഫീസിൽ ഒരു പദ്ധതിയേതര പരിപാടിയുമായിട്ട് ആവശ്യവുമായിട്ട് ചെല്ലുന്നു. അത് നിരാകരിക്കപ്പെട്ടതിൻ്റെ അദ്ദേഹത്തിൻ്റെ അപമാനം കൊണ്ടുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണ്. അതാണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. ശ്രീ ഷംസുദ്ദീൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ഈ 3 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അപമാനത്തിൻ്റെ ചാർജ് അല്ല. ഒരു മന്ത്രി ആഫീസിൽ 3 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ കൊടിയ അഴിമതി നടത്തുന്നു. അതാണ് ആദ്യം പറഞ്ഞ കാര്യത്തിൽ. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പോസ്റ്റിങ്ങിന് 30 മുതൽ 60 ലക്ഷം രൂപ വരെ ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞ് എന്ന പൊതുമരാമത്ത് മന്ത്രി കൈക്കൂലി വാങ്ങുന്നു.
PK കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിൻ്റെ മുഖത്ത് നോക്കി ശ്രീ KB ഗണേഷ് കുമാർ ചോദിക്കുകയാണ്, പാർട്ടിക്ക് വേണ്ടിയാണോ ഈ കൈക്കൂലി വാങ്ങുന്നത് എന്ന്. ഇത് അഴിമതി ആക്ഷേപമല്ലേ? അല്ല നികേഷ്, ഇവിടെ ഗണേഷ് കുമാർ ചെയ്തത് തികഞ്ഞ മര്യാദക്കേടും ചട്ടലംഘനമൊക്കെ ആണെന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ഈ പറഞ്ഞ ആരോപണത്തിൽ എന്താ ഉള്ളത്? മന്ത്രിയുടെ ഓഫീസിലെ 3 ജീവനക്കാർക്ക് അടുത്ത അഴിമതിക്കാരാണെന്ന് പറയുന്നു. പിന്നെ വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ സ്പെസിഫിക്കായി ഇന്നിടപാടിൽ, ഇന്ന പദ്ധതിയിൽ, ഇന്ന കാര്യത്തിന് എന്ന് കൃത്യമായ ഒരു ആരോപണം ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊന്ന് ഇടപെട്ടോട്ടെ ശ്രീ ഷംസുദ്ദീൻ, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. എന്താണ് ശ്രീ KB ഗണേഷ് കുമാർ പറഞ്ഞത് എന്ന് നോക്കാം. പദ്ധതിയേതര ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞ് തന്നെ അപമാനിച്ചിറക്കി വിട്ടു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സ്വന്തം മണ്ഡലത്തിൽ കളമശ്ശേരിയിൽ 394 റോഡുകളാണ് പദ്ധതിയേതര ഫണ്ട് പ്രകാരം ഇബ്രാഹിം കുഞ്ഞ് പുനരുദ്ധരിച്ചത്. അനീതിയും അഴിമതിയും ഒന്നാണ് എന്നാണ് ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ വാദം. ഈ പറയുന്ന 394 റോഡുകൾ പുനരുദ്ധരിക്കാൻ മന്ത്രിക്ക് പണമുണ്ട്. KB ഗണേഷ് കുമാറിന് സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ശബരിമല സീസണിൽ ഒരു റോഡ് പുനരുദ്ധരിക്കാനുള്ള അപേക്ഷയുമായി പോകുമ്പോൾ അവിടെയുള്ള മന്ത്രി ആഫീസ് ഭരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫിനോടും മന്ത്രി ചോദിക്കുകയാണ്, ഈ ഗണേഷ് കുമാരൻ്റെ റോഡ് നന്നാക്കി കൊടുക്കാൻ പറ്റുമോ? ഇല്ല സാർ പറ്റില്ല എന്ന് പറയുന്നു. അപമാനിതനായി ഇറങ്ങി പോകേണ്ടി വരുന്നു. അഴിമതി അതിലുണ്ട്. അല്ല നികേഷ്, ഇത് ഗണേഷിന്റെ വാദമാണ്. ഞാൻ പറയട്ടെ, ഗണേഷിന്റെ നിയോജക മണ്ഡലത്തിൽ 123 പദ്ധതികൾ പ്ലാനിലായിട്ടും നോൺ പ്ലാനിലായിട്ടും ഈ 3.5 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. 49 കോടി രൂപയുടെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസമാണ് നബാർഡിൽ 10 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തത്. മന്ത്രിയുടെ മണ്ഡലത്തിൽ ചെയ്തു എന്ന് ഇവിടെ ഒരുപാട് സംഖ്യ പറഞ്ഞു. അതിലൊന്നും വസ്തുതയില്ല. എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒക്കെ ആക്ഷേപമില്ലാതെ പ്രവർത്തികൾ നടത്തുന്ന ഒരു മന്ത്രിയാണ് ഇബ്രാഹിം കുഞ്ഞ്. പൊതുമരാമത്ത് വകുപ്പിന് വളരെ വലിയ അംഗീകാരമുണ്ടായി. ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡ് പോലും ഇബ്രാഹിം കുഞ്ഞിന് കിട്ടി. നമ്മുടെ പഴയ കാലത്തൊക്കെ റോഡുകളെ കുറിച്ച് ധാരാളം പരാതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അതുണ്ടായില്ല. പിന്നെ ഇവിടെ ചോദിക്കട്ടെ, നിയമസഭയിൽ നിന്ന് മന്ത്രി മറുപടി പറയുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, ശബരിമലയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല അവിടെ പേരെടുത്ത് ചോദിച്ചു, രാജു എബ്രഹാം ഇടതുപക്ഷ MLA ആണ്, വല്ല പരാതി ഉണ്ടെങ്കിൽ പറയണം. അതുപോലെ തന്നെ PC ജോർജ്, ഇവരൊക്കെയാണ് ശബരിമലയിലേക്ക് പോകുന്ന പാതയിലെ ആ റോഡിന്റെ ആ ഭാഗത്ത് വരുന്ന നിയോജക മണ്ഡലത്തിലെ MLA മാർ. അവർക്കാർക്കും പരാതിയില്ല. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുമല്ല ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വളരെ കൃത്യമായി വിശ്വസിക്കുന്നത്, ഇവിടെ കഴിഞ്ഞ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞു 20 മാസമായി പുറത്തു നിൽക്കുന്നതിന്റെ ഫ്രസ്ട്രേഷനാണെന്ന്. അപ്പോൾ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം എന്നുള്ളത് ഇപ്പോൾ ഒരു അടഞ്ഞ അധ്യായമാണ്. അതൊരു അവഗണിക്കപ്പെട്ട സംഗതിയാണ്. അത് വീണ്ടും ചർച്ചയിലേക്ക് വരാൻ ഇങ്ങനെ ലീഗിന് മെക്കെട്ട് കയറിയത് ശരിയായില്ല എന്നതാണ് ഗണേശൻ പറയുന്നത്. 394 റോഡുകൾ പുനരുദ്ധരിച്ചിരിക്കുന്നു നോൺ പ്ലാൻ ഫണ്ടിലൂടെ എന്നാണ്. അത് കളമശ്ശേരിയിലെ മാത്രം കഥയാണ്. ഈ 394 റോഡുകളിൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ കളമശ്ശേരി റോഡിൻ്റെ കാര്യത്തിൽ അത്ര മോശമൊന്നുമല്ല എന്ന് കളമശ്ശേരിയിൽ പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഷംസുദ്ദീൻ പറയുന്നത് 123 പദ്ധതികൾ പ്ലാനിലും നോൺ പ്ലാൻ ഫണ്ടിലുമായി KB ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരത്ത് അനുവദിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ മന്ത്രി അത് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞില്ല. ഇങ്ങനെ ചില മണ്ഡലങ്ങളിൽ മാത്രമായി റോഡ് വികസനം എന്നുള്ളത് സ്വാഭാവികമായി നാം കാലാകാലങ്ങളിൽ കാണുന്നതല്ലേ. നിങ്ങളുടെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രി PJ ജോസഫ് ആയിരുന്നപ്പോൾ തൊടുപുഴയിലായിരിക്കും ഏറ്റവും കൂടുതൽ വികസിപ്പിക്കുക. അതൊരു അഴിമതിയാണ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഇത്തരത്തിലുള്ള അനീതി അഴിമതിയായി പരിഗണിക്കേണ്ടതുണ്ടോ? അതൊരു സ്വജനപക്ഷപാതം എന്നല്ലാതെ അങ്ങനെ സ്വന്തം മണ്ഡലത്തിൽ കൊടുത്തത് അഴിമതിയാവുന്നില്ല. ഏറി വന്നാൽ പറയാൻ പറ്റുന്ന സ്വജനപക്ഷപാതം, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ആക്ഷേപമൊന്നുമില്ല. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം മണ്ഡലം മാത്രമേ ഉള്ളൂ, ബാക്കി മണ്ഡലങ്ങളെല്ലാം അവഗണിച്ചിട്ടുള്ള മന്ത്രിയാണ് എന്നൊന്നും ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ച് പറയത്തില്ല. നിശ്ചയമായിട്ടും കൂടുതൽ കിട്ടിയെങ്കിൽ നന്ന് എന്നുള്ള കാര്യത്തെക്കുറിച്ചും തർക്കമില്ല. പ്രശ്നം എനിക്ക് തർക്ക വിഷയമുള്ളത്, ഞാൻ ധനമന്ത്രി എന്ന നിലയിൽ പരിപൂർണമായിട്ട് ഏതാണ്ട് അവസാനിപ്പിച്ചൊരു കേസാണ് ഈ റോഡുകൾക്ക് ടെൻഡർ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. കാരണം അതൊരു ന്യായമില്ല. നമ്മൾ പാലങ്ങൾ പണിയുക അല്ലെങ്കിൽ കെട്ടിടം പണിയുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഔചാരിതമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ
അതിനൊക്കെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വേണ്ടി വരും. എന്നാൽ ഇതിപ്പോൾ ഒരു സിസ്റ്റമായിട്ട് മാറ്റിയിരിക്കുന്നു. ഈ വർഷത്തെ ആദ്യത്തെ 10 മാസം അല്ല, കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ 10 മാസത്തിനിടയിൽ 238ഓളം റോഡുകൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ 30 മുതൽ 50% വരെ റിവൈഷനിൽ വന്നിരിക്കുന്നു. അത് കണ്ടിട്ട് കണക്ക് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇതെങ്ങനെയാണ് വരുന്നത്? റോഡിനെങ്ങനെയാണ് ഇന്നത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുന്നത്? അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഴിമതിയാണ്. ഞാൻ മറ്റേ കൂടുതൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൊടുത്തു അന്നിപ്പോൾ ഞാനിപ്പോൾ പറയാനൊന്നുമില്ല. അദ്ദേഹം സാമാന്യം എല്ലാ മണ്ഡലങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിലടത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നേച്ചാൽ മതി. അത് സ്വജനപക്ഷപാതം എന്നല്ല, അതിന്റെ അപ്പുറം ഞാൻ അതിനെക്കുറിച്ച് ആക്ഷേപം പറയുന്നത്. അതൊക്കെ എല്ലാ ഭരണത്തിലും ഉണ്ടാവും. ഇവിടെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് നോക്കൂ. സൂരജ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു. സൂരജിന്റെ സ്വത്ത് ഇതുവരെ നിജപ്പെടുത്താൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ഒരു 50 കോടി എന്ന് പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ട് പരിശോധിച്ച് നമുക്കൊരു നിഗമനത്തിൽ സ്വാഭാവികമായും എത്താം. മന്ത്രി ഓഫീസിലെ 3 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ കൊടിയ അഴിമതി നടത്തുന്നു എന്ന് ഇപ്പോൾ ശ്രീ കെ വി ഗണേഷ് കുമാർ പറയുന്നു. 30 മുതൽ 60 ലക്ഷം രൂപ വരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റത്തിന് വാങ്ങുന്നു. അത് പാർട്ടിക്ക് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം നിൽക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക്കും CPM-ഉം ഇനി വരും ദിവസങ്ങളിൽ നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്ന ആക്ഷേപത്തിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഇപ്പോൾ ഐസക്ക് ചൂണ്ടിക്കാണിച്ചത്. അത് 235 റോഡുകൾക്ക് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്, സാധാരണഗതിയിൽ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ എങ്കിൽ ഇതായി ഇപ്പോൾ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എല്ലാം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ആക്കുകയും അങ്ങനെ വലിയ തോതിലുള്ള തുക മന്ത്രി ആഫീസ് അടിച്ചു മാറ്റുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ തന്നെ നേരത്തെ പറഞ്ഞത് സൂരജൊക്കെ വെറും പുഴുവിനെ തിന്നാനുള്ള കൊക്ക് മാത്രമാണ്, കാട്ടുപോത്തുകൾ മണ്ണിളക്കി നടക്കുന്നുണ്ട് എന്ന്. അതാണിപ്പോൾ വെളിപ്പെട്ട് വരുന്നത്. നികേഷേ, ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞ കാട്ടുപോത്തുകളെ അല്ലല്ലോ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച, വെറും കാട്ടുകോഴികളെ മാത്രമാണ്. കാട്ടുപോത്തിനെ കുറിച്ചൊന്നും പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ഗണേഷ് കുമാർ കേരളത്തിലൊരു പഴയ മന്ത്രിയായിരുന്നു. അദ്ദേഹം MLA ആണ്. നിയമസഭയുടെ ചട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹം കാടടച്ച് വെടിവെച്ചത് ഈ മന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന അഴിമതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. ഇതൊരു വ്യക്തിഹത്യയുടെ ഭാഗമാണെന്നുള്ളത് ഈ ആരോപണം ഉന്നയിച്ച രീതി കണ്ടാൽ ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം കേരളത്തിലെ ഒരു പ്രബലനായ മുൻ മന്ത്രി, ഒരു MLA നിയമസഭയ്ക്കകത്ത് ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഉന്നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു മന്ത്രി സഭയ്ക്കകത്ത്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ആരോപണം എഴുതി തന്നാൽ അന്വേഷിക്കാമെന്ന്. ഇവിടെ ശ്രീ തോമസ് ഐസക് പറഞ്ഞ പോലെ ഈ റിവൈസ് എസ്റ്റിമേറ്റിലൊന്നും നമുക്കാർക്കും താല്പര്യമുള്ള കാര്യമല്ല. അഴിമതി എവിടെ ഉണ്ടായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത് പുറത്തു കൊണ്ടുവരണം, കുറ്റക്കാർക്കെതിരെ. പക്ഷേ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ആർക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും അഴിമതി ആരോപണം ഉന്നയിക്കാം. രേഖയില്ല, തെളിവില്ല, അടിസ്ഥാനമില്ല, അതൊന്നും ഹാജരാക്കണ്ട. ആരോപണം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കടന്ന് ചർച്ച ചെയ്ത് ആളുകളെ അപമാനിക്കുക, അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക. ഇവിടെ ഈ അടുത്ത കാലത്ത് ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ? രേഖയുണ്ടോ? തെളിവുണ്ടോ? ഈ നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ സൂരജിനെ കുറിച്ചുള്ള ആക്ഷേപമാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിൽ വന്നത്. അത് പൊതുമരാമത്ത് സെക്രട്ടറി ആയിരിക്കവെയാണ്. സൂരജ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കാര്യത്തിൽ താങ്കൾക്ക് പോലും തർക്കം ഉണ്ടാകാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. ഇനിയിപ്പോൾ ഗണേശ് ഇന്നത് നിയമസഭയിൽ ഉന്നയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. ഗണേശിനത് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു ഫയൽ എടുത്ത് കാണിച്ച് എഴുതി നൽകി അവതരിപ്പിക്കാൻ സമയം നൽകുമെങ്കിൽ ഈ മന്ത്രിക്കെതിരെ മാത്രമല്ല വേറെ മന്ത്രിക്കെതിരെയും ആക്ഷേപം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞൊരു കട്ടിയുള്ള ഫയൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്ന്, ഈ ആക്ഷേപം പോലും പകുതിയായിട്ടേ ഉള്ളൂ. ഇതല്ലാതെ വേറൊരു മന്ത്രിക്കെതിരെയും ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തെളിവില്ലെന്ന് നമുക്ക് പറയാറായിട്ടില്ല എന്ന് തോന്നുന്നു. നികേഷേ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഒരു തെളിവില്ല. സരിതയും പറഞ്ഞ അവിടെ ഈ തെളിവുണ്ടെന്നാ. അവസാനം തെളിവ് എന്താന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആളുകൾ പറയുന്നത് തെളിവ് മൊത്തം വാട്സപ്പിനകത്ത് കിടക്കുകയെന്നാ. അതുപോലെ തന്നെ കേരളത്തിലൊരു മദ്യരാജാവ്, ആ മദ്യരാജാവും പറഞ്ഞു തൻ്റെ ഈ തെളിവുണ്ടെന്നാ. എവിടാ തെളിവ്? 19 ബാറുകാരെ വിളിച്ച് വിജിലൻസ് മൊഴി ചോദിച്ചിട്ട് ഒരൊറ്റ രേഖ ഹാജരാക്കാൻ പറ്റുമോ? ശബ്ദരേഖ അല്ലെങ്കിൽ ദൃശ്യരേഖ പോട്ടെ. ആരോപണം എഴുതി കൊടുത്ത പ്രതിപക്ഷ നേതാവിന് ഒരു ക്വസ്റ്റ്യനെയർ എഴുതി കൊടുത്തു. ഏതെങ്കിലും ആ ക്വസ്റ്റ്യനിലെ ഒരു ചോദ്യത്തിന് യഥാവിധി മറുപടി കൊടുക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു?
അപ്പൊ പ്രതിപക്ഷ നേതാവും ഒരു മധ്യരാജാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന്റെ പിന്നെ കാള പെറ്റെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് കയറെടുക്കുകയാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല. ഒരു മധ്യരാജാവ് ഒരു ആരോപണം ഉന്നയിച്ചാൽ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ, അതിന് രേഖയുണ്ടോ, തെളിവുണ്ടോ? ഉണ്ടെങ്കിലേ പ്രതിപക്ഷ നേതാവ് രേഖാമൂലം വിജിലൻസിൽ പരാതി കൊടുക്കാവൂ. ഇവിടെ ഗണേശ് പൊക്കിപ്പിടിച്ച തെളിവ് മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ട, സഭയുടെ മേശപ്പുറത്ത് വെക്കണ്ട, മാധ്യമങ്ങൾക്ക് കൊടുക്കട്ടെ. മാധ്യമങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. അഴിമതി ഇബ്രാഹിം കുട്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് ആലോചിക്കാം. അല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിക്കുക. തെളിവെന്താ? പൊക്കിപ്പിടിച്ച തെളിവെന്താ? പത്രക്കാർക്ക് കൊടുത്ത എന്താ? സഭയിൽ കൊടുക്കണ്ട. എന്തായാലും അദ്ദേഹം ശബരിമല റോഡിനാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഗണേഷ് കുമാർ ഉപയോഗിച്ചത്. ശബരിമല റോഡിന് ടോൾ ഏർപ്പെടുത്തുന്നുണ്ടോ എന്നായിരുന്നു ഗണേഷ് കുമാർ അവതരിപ്പിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ മന്ത്രിയോട് ചോദിച്ചത്. ടോൾ PPP പ്രോജക്റ്റ് പ്രകാരമായതിനാൽ ടോൾ അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ കുറെ കൂടി വൈകാരികമായി ആ വിഷയം അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്. പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെയും ഇബ്രാഹിം കുഞ്ഞ് വഴുതി മാറുകയായിരുന്നു. നിങ്ങളുടെ ആവശ്യപ്രകാരം പിന്തുണയോടുകൂടിയായിരുന്നു ഇന്ന് KB ഗണേഷ് കുമാർ ഈ ആക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ചത്. കാരണം ഗണേഷ് കുമാർ അത് ഉന്നയിക്കുന്ന ഘട്ടത്തിൽ സ്പീക്കറുടെയൊക്കെ ബോഡി ലാംഗ്വേജ് തെളിയിക്കുന്നത് അങ്ങനെ ഒരു തോന്നൽ പോലും, അങ്ങനെ ഒരു വലിയ ആക്ഷേപം ഉന്നയിക്കാൻ പോകുന്നു എന്നതിൻ്റെ യാതൊരു സൂചനയും അവരുടെ ഒന്നും മുഖത്തുണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷ ബെഞ്ചുകളിൽ വലിയ തോതിലുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അല്ല, ഗണേഷ് കുമാർ നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പ്രഖ്യാപിച്ചല്ലോ, ഞാൻ ഈ കാട്ടുപോത്തുകളുടെ പേര് പറയുന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് നിയമസഭയിൽ സംസാരിക്കാൻ പോവുകയാണ്. അദ്ദേഹം എന്തെങ്കിലും ഇതിങ്ങനെ പറയുമോ എന്നുള്ളത് നിശ്ചയമായിട്ടും കാത്തിരുന്ന് കേൾക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതിപക്ഷമായിട്ട് ഡീലോ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം പറയാനുള്ള അദ്ദേഹം പറഞ്ഞു, പറയാൻ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ പറഞ്ഞു. ഇനി പറഞ്ഞതെല്ലാം വ്യക്തമായി ചോദിച്ചാൽ അതും വ്യക്തമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം വ്യക്തമായി, ഈ സൂരജ് സംഭവത്തിൽ മന്ത്രിയുടെ ആഫീസും ഒക്കെ പരിശോധിക്കേണ്ടതിന് ബന്ധമുണ്ട് എന്നുള്ളതിലേക്കാണ് ഞങ്ങൾ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം മന്ത്രിയുടെ ആഫീസിലെ 3 പേരെക്കുറിച്ച്, അവരെക്കുറിച്ച് എനിക്കറിയത്തില്ല, അവരെക്കുറിച്ച് വ്യക്തമായ ആക്ഷേപം പറഞ്ഞു. സ്ഥലമാറ്റത്തിന് പൈസ മേടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഇനി വേറൊരു മന്ത്രിയെക്കുറിച്ച് തെളിവുണ്ട്, സമയമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭരണകക്ഷിയിൽ അംഗമായിരിക്കുന്ന ഒരാൾ, മന്ത്രിയായിരിക്കുന്ന ആൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നിശ്ചയമായിട്ടും പ്രതിപക്ഷം അത് ഏറ്റെടുക്കും. അത് ഏറ്റെടുത്തിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടും. അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി ഒരാൾ ഇപ്പം അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഷംസുദ്ദീൻ, പാർലമെന്ററി പാർട്ടി UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ KB ഗണേഷ് കുമാറിനെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് നേതൃയോഗത്തിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയും പിന്നീട് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു തീരുമാനമില്ല എന്നും പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ പരസ്യമാക്കാത്തത് എന്നറിയില്ല. കാരണം 15-ാം തീയതി UDF യോഗത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് കൊണ്ടാകാം. ഇവിടെ KB ഗണേഷ് കുമാറിൻ്റെ ലക്ഷ്യമെന്നത് താങ്കൾ നേരത്തെ പറഞ്ഞു 20 മാസത്തെ ഫ്രസ്ട്രേഷൻ, അത് കേരള കോൺഗ്രസ് Bയുടെ പ്രതിനിധി തന്നെ പറഞ്ഞതാണ് എന്നും താങ്കൾ ഉദ്ധരിക്കുകയുണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ നിലയിൽ KB ഗണേഷ് കുമാർ, അച്ഛൻ R ബാലകൃഷ്ണപിള്ള പോലും ആഗ്രഹിക്കാത്ത വിധത്തിൽ UDFനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ, അതും ശബരിമലയുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരാക്ഷേപം, അഴിമതി ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിൽ നിങ്ങൾ മറ്റെന്തൊക്കെയോ കാണുന്നുണ്ടാവുമല്ലോ. ആ മറ്റെന്തൊക്കെയോ എന്താണ്? അല്ല, ഞങ്ങളിതിൽ കാണുന്ന, പ്രകടമായി കാണുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനം ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പം അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ബാലകൃഷ്ണ പിള്ളക്ക് ഒരു ക്യാബിനറ്റ് പദവിയൊക്കെ കൊടുത്തതോടുകൂടി ആ പാർട്ടിയുടെ ഒരു പ്രാതിനിധ്യം അതായി മാറി. പിന്നീട് ഇപ്പോൾ ഇവിടെ സാധ്യതയില്ലല്ലോ, മന്ത്രിമാരുടെ എണ്ണവും തികഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും ആ ചർച്ച കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് ഈ മര്യാദഘട്ട സമീപനം വേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ആരോപണങ്ങളിൽ ഒന്നും ഒരു പേടിയില്ല. ഏത് ആരോപണത്തെയും ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങളുടെ പാർട്ടി തയ്യാറാണ്. ഇവിടെ സൂചിപ്പിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, സൂരജ് സംഭവത്തിലേക്ക് ഇത് കടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, സൂരജിന്റെ വിഷയം എന്താണ്? അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചാണ്. ഈ 3.5 കൊല്ലം കൊണ്ട് സമ്പാദിച്ചതല്ല. അതിനു മുമ്പ് ഇടതുപക്ഷ ഭരണത്തിലും അതിനു മുമ്പുള്ള ഭരണത്തിലും ഒക്കെ അദ്ദേഹം സർക്കാർ സർവീസിലുണ്ട്. അന്ന് സമ്പാദിച്ച പണമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ അനധികൃതം എന്ന് കണ്ടെത്തിയെങ്കിൽ അത് ഈ കാലത്തൊക്കെ കൂടി സമ്പാദിച്ചാണ്. അല്ലാതെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആയ ഈ 2 കൊല്ലം കൊണ്ട്, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആയിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ,
ഈ 2 കൊല്ലം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരം പറയേണ്ട സ്ഥിതി ഉണ്ട് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറ്റൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റിന്റെ പ്രോസസ്സ് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതിന്റെ പ്രോസസ്സ് അത് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ പരിശോധിക്കണം. ഒരു ടെൻഡർ എടുത്ത സംഗതി അത് കൂടുതൽ എക്സസ് കൊടുക്കേണ്ടതുണ്ടോ, എത്ര ശതമാനം കൊടുക്കേണ്ടതുണ്ടോ, ആ ഉദ്യോഗസ്ഥൻ അത് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം ധനകാര്യ വകുപ്പാണ് അതിന് അംഗീകാരം കൊടുക്കുന്നത്, അല്ലാതെ പൊതുമരാമത്ത് വകുപ്പല്ല. പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ ചെയ്യുന്നതോടുകൂടി ആ പ്രോസസ്സ് കഴിഞ്ഞു. ടെൻഡർ ഇട്ട പണിക്ക് ഇത് പോരാ, ഇതിനപ്പുറത്ത് കിട്ടിയാലേ നടക്കൂ, ഞങ്ങൾക്കത് മുതലാവില്ല, അതിനെ അവരുടെ ഒരു കണക്ക് വെക്കും. ആ കണക്ക് പരിശോധിക്കേണ്ടത് ഈ CT ആണ്. CT അത് പരിശോധിച്ചിട്ട് ധനകാര്യ വകുപ്പാണ് അതിന് പെർമിഷൻ കൊടുക്കേണ്ടത്. കേരളത്തിൽ 238 പ്രവൃത്തികൾക്ക് അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നു. എണ്ണം ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഓൾ കേരള അടിസ്ഥാനത്തിൽ 238 അത്ര വലിയൊരു ഫിഗറോ അത് ആ രീതിയിൽ നമ്മളിവിടെ വ്യാഖ്യാനിക്കേണ്ടതോ അല്ല. അപ്പൊ അതൊക്കെ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ആക്ഷേപരഹിതമായി പ്രവർത്തിച്ച 3.5 കൊല്ലമാണ് കടന്നുപോയത്. റോഡുകളിൽ കുണ്ടുണ്ടായിരുന്നില്ല, കുഴിയുണ്ടായിരുന്നില്ല, വളരെ വലിയ പദ്ധതികളുണ്ടായി. ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്റർക്ക് തന്നെ ബെസ്റ്റ് മിനിസ്റ്റർ പുരസ്കാരങ്ങൾ പലതവണ കിട്ടിയത് അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ മികച്ച പ്രവർത്തനമാണ്. അപ്പൊ ഈ അഴിമതി ആരോപണങ്ങളൊക്കെ വേറെ ചില താല്പര്യങ്ങളുടെ പേരിൽ വരുന്നതാണ്. ഈ ആരോപണങ്ങളുടെ പേരിൽ എന്ത് അന്വേഷണമായിരുന്നാലും ശരി അതൊക്കെ നേരിടാനും ഞങ്ങൾ ഒരുക്കമാണ്. ഇവിടെ കൃത്യമായ ഒരു ആരോപണം പോലും ഇന്ന ഇടപാടിൽ പൊതുമരാമത്ത് വകുപ്പ് എന്നിവിടെ ആരും ചൂണ്ടിക്കാണിച്ചില്ല. കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പല്ല അന്തിമ തീരുമാനം ധനവകുപ്പാണ് എടുക്കേണ്ടത് എന്ന് താങ്കൾ പറയുമ്പോൾ ഈ ധനവകുപ്പും അഴിമതി ആക്ഷേപങ്ങളിൽ നിന്ന് വിമുക്തമല്ല. ഈ ധനവകുപ്പിൽ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ശതമാനക്കണക്കിന് അവിടെ എത്തിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ എന്നുള്ളതാണ് സമീപകാലത്ത് പുറത്തു വന്നിട്ടുള്ള മറ്റൊരു കാര്യം. ഞാൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം താങ്കളിലേക്ക് പോവുകയാണ്. ഇതേ വിഷയം തന്നെ, എന്താണ് KB ഗണേഷ് കുമാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഡോക്ടർ ഐസക് ഗണേശിനെ ഏൽക്കുന്നില്ല, പക്ഷേ നിയമസഭയിൽ വലിയ തോതിലുള്ള ആരവം ഗണേശിനെ സംരക്ഷിക്കാനുണ്ടായിരുന്നു. പിന്നീട് ശ്രീ VS അച്യുതാനന്ദനോട് ചോദിച്ചപ്പോൾ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഗണേശിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. പത്തനാപുരം CPIയുടെ സീറ്റാണ്. അവിടെ CPI ഇപ്പോൾ തുടർച്ചയായി ഗണേശ് വന്നതിന് ശേഷം തോൽക്കുകയാണ്. ഗണേശിനെ ഉയർത്തിക്കാട്ടി അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ പോകാൻ LDFന് കഴിയുമോ? ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നിയമസഭാ കാലത്ത് ഇടതു മുന്നണിയും പാർട്ടികളെല്ലാം കൂടി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പൊ ചർച്ചാ വിഷയമല്ല. ഇവിടെ മന്ത്രിസഭയ്ക്കെതിരായിട്ട് മന്ത്രിമാർ ചിലർക്കെതിരായിട്ട് മുൻ മന്ത്രി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അതില് മുൻ മന്ത്രി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അതിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിൽ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കും എന്നല്ലാതെ അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഞാൻ മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പൊതുമരാമത്തില് ഞങ്ങൾ ഭരിക്കുമ്പോഴാണ്, പ്രതിപക്ഷത്തിരിക്കുമ്പോഴല്ല, ഏതെല്ലാം രീതിയിലാണ് ഈ അഴിമതി നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുകയും അതിലിനി ഇന്നിന്റെ കാര്യങ്ങൾ അനുവദിക്കില്ല ധനവകുപ്പ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഞാനതുകൊണ്ടാണ് ഈ കണക്ക് ഒരു സംഘടനയുടെ സമ്മേളനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വിവരാവകാശ രേഖ പ്രകാരം തന്ന കാര്യം ഞാൻ കാണുമ്പോൾ ഞെട്ടുന്നത്. ഈ റോഡിന് ഇത്രയധികം 10 മാസത്തെ കണക്കാണ് ഇങ്ങനെ ഈ റോഡിന് വരുന്ന കാര്യം. അപ്പോഴാണ് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്കീമായിട്ട് മാറ്റിയിരിക്കുന്നു. ഇത് CT മാത്രം കണ്ടാൽ പോരാ, സ്ലാബ് ഉണ്ട്. ഒരു സ്ലാബിൽ തരണി PWD സെക്രട്ടറി ഉണ്ട് പോവാം. ആ സ്ലാബിൽ പോണിയാണെങ്കിൽ മന്ത്രി കാണണം. ഇത് ധനവകുപ്പിൽ ചെന്നാൽ അധിക പണം നൽകാൻ ധനവകുപ്പ് തയ്യാറാണെന്ന് പറയണം. ഒരു സ്ലാബിൽ തറയണമെങ്കിൽ ഫിനാൻസ് സെക്രട്ടറി കണ്ടാൽ മതി. അതിന് മുകളിലാണെങ്കിൽ ധനവകുപ്പിന്റെ അടുത്ത് വരും. ഇതാണ് രീതി. അപ്പൊ അതുകൊണ്ട് PWD സെക്രട്ടറി കാണണം, വലിയ വർക്കുകൾ മുഴുവൻ മന്ത്രിയും കാണണം. അതുകൊണ്ട് ഇതിൽ തിരിമറി ഉണ്ടെങ്കിൽ മന്ത്രി കൂടി ഉത്തരവാദിയാണെന്ന് പറയാൻ കാരണം ഇതാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അഴിമതി വിരുദ്ധ ദിനത്തിലാണ് ഈ ആക്ഷേപം ഉന്നയിച്ചത്. നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയോട് കെറിവുണ്ടല്ലോ KB ഗണേഷ് കുമാറിന്. ഗണേഷിന്റെ മന്ത്രിസഭാ പുനഃപ്രവേശം തടയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശിൻ്റെതായ കാരണമുണ്ട്. കാരണം രമേശ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ പൂർണ്ണാംഗങ്ങളായി മാറിയത്. ഇനിയിപ്പോൾ രമേശ് വന്നതുകൊണ്ട് ഐ ഗ്രൂപ്പിലെ വേറൊരു മന്ത്രിയെ പറഞ്ഞു വിടുക എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് ഗണേഷ് കുമാർ അല്ലെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടനയോ തന്നെ വേണ്ട
എന്ന് രമേശ് ചെന്നിത്തല പറയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു അഴിമതി വിരുദ്ധ ദിനത്തിൽ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുന്ന സമയത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കെ പി ഗണേഷ് കുമാർ ഇത് ഉന്നയിച്ചു എന്നുള്ളത് നമുക്ക് ഒരു കോണ്ടെക്സ്റ്റായി കാണാം. 1-ാം തീയതി കൊടുത്തതാണെന്ന് സ്പീക്കർ ഗണേശ് അവതരിപ്പിക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. 9-ാം തീയതി തന്നെ അത് അവതരിപ്പിക്കാൻ അനുവദിക്കണം എന്നുകൂടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു എന്നൊക്കെ സ്പീക്കർ വെളിപ്പെടുത്തുന്നു. എന്താണ് ലക്ഷ്യം ഗണേശിൻ്റെ? ആരെയാണ് ഗണേശ് ലക്ഷ്യം വെക്കുന്നത് ഇതിലൂടെ? അല്ലെങ്കിൽ വലിയ നഷ്ടക്കച്ചവടമല്ലേ ഗണേശിനെ സംബന്ധിച്ചിടത്തോളം? കോൺഗ്രസിനെ വേണമെങ്കിൽ പറയാം, പക്ഷേ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു കാലഘട്ടത്തിലും അത് അനുവദിച്ചു കൊടുത്തിട്ടുമില്ല, അവർ പൊറുത്തിട്ടുമില്ല. നികേഷ്, അത് തന്നെയാണ്. അദ്ദേഹം ആരെയെങ്കിലും ഉന്നം വയ്ക്കുന്നു എങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പഴുതടച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ശ്രദ്ധ ക്ഷണിക്കലിന്റെ മറവിൽ ഈ ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട്, അദ്ദേഹം ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നു, അതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ആ ഒരു ആക്ഷേപം ഉണ്ടാകാതെ, ഈ ചട്ടലംഘനം എന്നുള്ള ആക്ഷേപം ഉണ്ടാകാതെ ചെയ്യാമായിരുന്നു. ഇവിടെ രമേശ് ചെന്നിത്തലയെ അതിനകത്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ പൊതുമരാമത്ത് വകുപ്പിൽ നമ്മൾ ഷംസുദ്ദീൻ പറഞ്ഞ ഇവിടെ യാതൊരു അഴിമതി നടക്കുന്നില്ലെന്നാണ്. അവിടെ അഴിമതി നടക്കുന്നുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് അഴിമതി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഇന്ന് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു, മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഈ സ്റ്റേറ്റിൽ ഒരു വർഷം 30,000 കോടി രൂപയുടെ അഴിമതി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്രി തന്നെ അത് പറയുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ നികേഷ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ റിവൈസ് എസ്റ്റിമേറ്റിനെ പറ്റി പറഞ്ഞു ചെറിയ കാര്യമല്ലത്. എനിക്ക് തോന്നുന്നു ഈ റിവൈസ് എസ്റ്റിമേറ്റും ഒപ്പം തന്നെ ഈ പ്ലാനിനപ്പുറത്ത് പദ്ധതിയേതര പരിപാടികളുമാണ് വാസ്തവത്തിൽ കേരളത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ, ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടോ എന്ന് പോലും സംശയിക്കുന്നു. ഒരു കാര്യം കൂടെ നികേഷ്, എനിക്ക് തോന്നുന്നു നേരത്തെയുള്ള ചോദ്യം നികേഷ് എന്നോടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ഒരുപക്ഷേ CPM-ന്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച്. CPM-ന് ഒരു ലക്ഷ്യം ഉണ്ടാവാം, അത് വളരെ അങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. CPI-യുടെ സീറ്റാണ് അത്. നികേഷിനെ മുൻനിർത്തി വേണമെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്താം. പക്ഷേ എൻ്റെ സംശയം, ഇന്ന് ഇവിടെ ഇപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം എടുത്ത സ്ട്രാറ്റജിയെക്കുറിച്ച് എനിക്കൊരു വലിയ സംശയമുള്ളത്. കാരണം അത് ചട്ടം ലംഘിച്ചായിക്കൊള്ളട്ടെ, എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഗണേഷ് കുമാറിനെ പോലൊരാൾ ഇതുപോലൊരു വളരെ ശക്തമായ ആരോപണം, ചെറിയ ആരോപണമല്ല, 5 പേരടങ്ങുന്ന സംഘം നടത്തുന്ന അഴിമതിക്ക് എന്തിനും നിങ്ങൾ ഒരാളെ മാത്രം പിടിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സൂരജ് വന്നു, ബാക്കി 3 പേരെ കുറിച്ച് പറഞ്ഞു, 5-ാമൻ ആരാണെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരു ആക്ഷേപവുമായി വരുമ്പോൾ പ്രതിപക്ഷം മിണ്ടാതിരിക്കുക ചെയ്ത്, പ്രതിപക്ഷം അതിന് സബ്മിഷനും കഴിഞ്ഞിട്ട് വീണ്ടും ആ പ്രശ്നം ഉന്നയിക്കുക. ഇടയ്ക്കൊരു കാര്യം നടന്നു, ഇന്ന് മാരിടൈം ബോർഡിന്റെ നിയമം സംബന്ധിച്ച ചർച്ചയായിരുന്നു, നേരത്തെ തന്നെ തീർക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രദീപ് കുമാറും CPM-ന്റെ പ്രദീപ് കുമാറും കുഞ്ഞിരാമനും സംസാരിക്കേണ്ടിയിരുന്നു. ഇവർ രണ്ടുപേരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിനല്ല ആരോപണം ഉന്നയിക്കുന്നതിന് കത്തെഴുതി സ്പീക്കർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സുവർണാവസരം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഗണേഷ് കുമാർ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ ഇഷ്യൂ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഏതൊക്കെ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുമായിരുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് ഈ ആക്ഷേപം രേഖാമൂലം ഉന്നയിക്കാനുള്ള ഒരു അവസരം 2 പേര് കത്തെഴുതി നോട്ടീസ് കൊടുത്തിട്ട് പോലും ഇന്ന് അവർ വെല്ലിലിറങ്ങി ബഹളം ഉണ്ടാക്കി. രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് നേരത്തെ പോകാനിരുന്ന കോൺഗ്രസ്സുകാർക്ക് അനുഗ്രഹമായ രീതിയിൽ പെട്ടെന്ന് സഭ പിരിയുകയും ചെയ്തു. എനിക്ക് ഇന്ന് CPM അല്ലെങ്കിൽ പ്രതിപക്ഷം എടുത്ത നിയമസഭയിലെ സ്ട്രാറ്റജിയെക്കുറിച്ച് സംശയമുള്ളത് കൊണ്ടാണ് ഇവർ നേരത്തെ അറിഞ്ഞിട്ടുമില്ല, പത്തനാപുരത്തെ വെച്ച് ഇതുവരെ ആലോചിച്ചിട്ടുമില്ല, ഇനി ഒരു പക്ഷേ ആലോചിച്ചേക്കാം. അതാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ പിള്ള ഗ്രൂപ്പിനെ ഒരു ഘട്ടത്തിൽ UDF ഒഴിവാക്കിയതാണ്. അത് സഭയിലും പുറത്തും UDF-ന് ന്യൂയിസൻസ് ആണ് എന്ന് തോന്നിയത് കൊണ്ടായിരുന്നു. ഇതേ ഉമ്മൻചാണ്ടി തന്നെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ശ്രീ TM ജേക്കബിനെയും മന്ത്രിസഭയുടെ പുറത്തു നിർത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ആ പാർട്ടി തന്നെ UDF-ൽ ഇല്ലാതാവുകയും പിന്നീട് UDF-ലേക്ക് തുടർച്ചയായ അഭ്യർത്ഥന പ്രകാരം അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയോട് രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണാനുള്ള സംഘത്തിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ഗണേശിനെ ജനപക്ഷ യാത്രാ സമാപനത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ പാർട്ടിക്ക് UDF-ൽ ഇനി ഭാവിയുണ്ടോ? UDF-ൽ ഭാവി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അവർ തന്നെയാണ്. എന്തായാലും ഇന്ന് ശ്രീ ഗണേഷ് കുമാർ സ്വീകരിച്ച നടപടി അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചെയർമാനുമായ ശ്രീ ബാലകൃഷ്ണപിള്ള പരസ്യമായി തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ആശ്വാസ്യമായ ഒരു കാര്യമാണ്. കാരണം എൻ്റെ പാർട്ടിയുടെ അറിവോ സമ്മതമോ ഞാനുമായി ആലോചിച്ചിട്ടോ അല്ല ഇങ്ങനെ സഭയ്ക്കകത്ത് ഒരു ആരോപണം ഉന്നയിച്ചെന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും
ഇത്തരം ആളുകളെ വെച്ചുകൊണ്ട് UDF-ന് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇതൊരു ജനാധിപത്യ കൂട്ടായ്മയാണ്. ഇതിന് ചില മര്യാദകളുണ്ട്, ചില അച്ചടക്കങ്ങളുണ്ട്. ചട്ടക്കൂട്ടിനകത്ത് നിന്ന് പ്രവർത്തിക്കാനാവാത്ത ആളുകളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന അസാധ്യമാണ്. അതുകൊണ്ട് ഇത്തരം സമീപനമാണ് ഗണേഷ് കുമാർ സ്വീകരിക്കുന്നതെങ്കിൽ UDF-ൽ നിന്ന് പുറത്തോട്ടുള്ള വഴി അദ്ദേഹത്തിന് തുറന്നു കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണ് കിട്ടുന്ന ഏത് അവസരവും ഉപയോഗിക്കുകയാണ്. ഇവിടെ സണ്ണിക്കുട്ടി പറഞ്ഞ ഒരു ചെറിയ പെശകുണ്ട്. പത്തനാപുരം ഇപ്പോൾ CPIയുടെ സീറ്റല്ല, കഴിഞ്ഞ തവണ CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജഗോപാൽ മത്സരിച്ചാണ്. ഒരു കാലത്ത് പ്രകാശ് ബാബു അവിടുത്തെ MLA ആയിരുന്നു എന്നുള്ളേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം CPIയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആ സീറ്റ് പിടിച്ചെടുത്ത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി രാജഗോപാലിനെ മത്സരിപ്പിച്ചു. രാജഗോപാലാണ് തോറ്റുപോയത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ് കിട്ടുന്ന ഏതവസരവും സരിതയെങ്കിൽ സരിത, അബ്കാരി മുതലാളി ബിജു രമേശ് എങ്കിൽ ബിജു രമേശ്, ഗണേശ് എങ്കിൽ ഗണേശ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരം അഴിമതി നടക്കുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് എന്താ? അവർക്കെന്താ രാമേശ്വരത്തെ പണിയാണോ? അവർക്കെന്താ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ? അപ്പോൾ വല്ലവന്റെയും ചെലവിൽ സമരം നടത്താനും വല്ലവന്റെയും പേരിൽ UDF-നെ അവമാനിക്കാനും നടക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു ഗതികേടെന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഡോക്ടർ ഐസക്, ഈ KV ഗണേഷ് കുമാറിനെ കുറിച്ച് ഇടക്കാക്ഷേപം വന്നിരുന്നു. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയമാണ്. അഴിമതി വിഷയത്തിൽ ഗണേഷ് കുമാർ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വനഭൂമി കൊള്ളക്കാർ കൈവശപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ തനിക്ക് ഉണ്ടായിട്ടുള്ള അപമാനം അതൊരു അഴിമതിയാണ് എന്ന നിലയിൽ KV ഗണേഷ് കുമാർ ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുന്നു. സ്വന്തം ഭാവി പോലും നോക്കാതെ മുസ്ലിം ലീഗ് മന്ത്രിക്കെതിരെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നതിനേക്കാൾ ഗ്രാവിറ്റി UDF പൊളിറ്റിക്സിലുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ആളെ എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നു? ഇപ്പോൾ പോലും താങ്കൾ ഗണേഷ് കുമാർ ശരിയായ വിധത്തിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നില്ല എന്ന് പറയുന്നു. ഗണേഷ് കുമാർ മന്ത്രിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപം മന്ത്രി ഒരു മണ്ഡലത്തെ മാത്രം, സ്വന്തം മണ്ഡലത്തെ മാത്രം ഗൗനിക്കുന്നു, എൻ്റെ മണ്ഡലത്തെയോ അല്ലെങ്കിൽ പൊതുവായി മറ്റ് 139 നിയമസഭാ മണ്ഡലങ്ങളെയോ പരിഗണിക്കുന്നില്ല എന്നുള്ളത് പോലും വലിയ ആക്ഷേപമായി താങ്കൾ കാണുന്നില്ല. ഇങ്ങനെ ഗണേശനെ ഏറ്റെടുക്കാൻ വിസമ്മതിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ? എന്തുകൊണ്ട് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ലെന്ന്, അവിടെ മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നാൽ ഇപ്പുറത്തേക്ക് പോകുന്നകളെ, അങ്ങനെയല്ലല്ലോ. രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച വേണ്ടി വരും. അത് അനുഭവത്തിൽ പ്രയോഗത്തിൽ പരിശോധിക്കേണ്ടി വരും. ഒറ്റക്കാരെങ്കിലുമല്ല, ഒരു മുന്നണിയാകുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികൾ അത് വേറെ, അതിൻ്റെ പരിശോധനയും കാര്യങ്ങളും നടക്കട്ടെ. പക്ഷെ ഒരു കാര്യത്തിൽ വളരെ വ്യക്തം, ഗണേശ് കൂടുതൽ വസ്തുതകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ, രണ്ടാമത്തെ മന്ത്രിയെക്കുറിച്ച് പറയാൻ തയ്യാറാണെങ്കിൽ, 5 പേരിൽ 4 പേരുടെ പേര് പറഞ്ഞു, 5ാമൻ്റെ പേരും കൂടി പറയാൻ തയ്യാറുണ്ടെങ്കിൽ, അങ്ങനെ ഉറച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുക്കും. അല്ലാതെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ അതിൻ്റെ സമയം വരുമ്പോൾ അങ്ങനെ വെച്ചാൽ അപ്പം അന്ന് പരിശോധിക്കേണ്ടതാണ്. കാട്ടുപോത്തുകൾ മണ്ണിളക്കി നടക്കുമ്പോൾ പുഴുക്കളെ ഭക്ഷിക്കാനെത്തുന്ന കൊക്ക് മാത്രമാണ് സൂരജ് എന്ന് പറഞ്ഞ KV ഗണേഷ് കുമാർ ഇന്ന് മന്ത്രി ഓഫീസിലെ 3 പേരുകൾ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി 5ാമത്തെ പേര് ഏത് എന്നുള്ളതാണ് അറിയാനുള്ളത്. അതാണ് ഇപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞത്. മറ്റേ മന്ത്രിയുടെ പേരും അഴിമതി കഥയും വെളിപ്പെടുത്താൻ KV ഗണേഷ് കുമാർ തയ്യാറാവുകയാണെങ്കിൽ പിന്തുണ നൽകും എന്ന്. സണ്ണിക്കുട്ടി എബ്രഹാം, N ഷംസുദ്ദീൻ, ഡോക്ടർ TM തോമസ് ഐസക്, രാജ്മോഹൻ ഉണ്ണിത്താൻ, വളരെ നന്ദി 8 സഫറിൽ പങ്കെടുത്തതിന്.